ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ എല്ലാവർക്കും, ഒട്ടുമിക്ക ഗേൾസിന് എല്ലാവർക്കും ഈ എംബ്രോയ്ഡറീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എംബ്രോയ്ഡറി ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും എംബ്രോയ്ഡറീസ്, ഇങ്ങനത്തെ വർക്ക്സ്, പെയിൻറ്റിങ്സ് അങ്ങനത്തെ ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിന്നൊരു എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എംബ്രോയ്ഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈപ്പുണ്ട്, കുറേ എംബ്രോയ്ഡറി സ്റ്റിച്ചസും ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കടയിലൊക്കെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിന്ന് എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 2 റിങ് ഉണ്ടാകും, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ക്രൂ ഉണ്ടാവും. ഈ 2 റിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളുടെ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത്. ആ ക്ലോത്ത് വെച്ച് ടൈറ്റായി ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെ നല്ല മുറുക്കി വയ്ക്കുക. അടുത്തത് വേണ്ടത് നീഡിലാണ്. ഏത് ടൈപ്പ് നീഡിൽ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് എംബ്രോയ്ഡറി ത്രെഡാണ്. ഒരു എംബ്രോയ്ഡറി ത്രെഡ് ബോക്സിന് ഒരു 130 രൂപ സംതിങ് ഞങ്ങളുടെ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ വാങ്ങാം, കടയിൽ പോയി വാങ്ങാം, നിങ്ങൾക്ക് എവിടെ ഇഷ്ടമുള്ളതെന്ന് വാങ്ങിച്ചാൽ മതി. അതിനകത്ത് നമ്മളുടെ എംബ്രോയ്ഡറി ത്രെഡ് കയറാൻ പാകത്തിന് ഉള്ള സൂചി എടുക്കണം. ആ സൂചിയുടെ നീഡിലുള്ള ഹോളുണ്ടല്ലോ, ആ ഹോളിൽ കൂടിയാണ് നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് കയറ്റണേ. അപ്പോൾ ആ എംബ്രോയ്ഡറി ത്രെഡ് കയറാൻ മാത്രം വലിയ ഒരു ഹോളുള്ള സൂചി വേണം എടുക്കാൻ. ഈ സൂചിയുടെ ബോക്സ് നമുക്ക് ഒരു സെറ്റായിട്ട് കിട്ടും. 10-30 രൂപ ഉണ്ടാവുള്ളൂ. അതിനകത്ത് 10-25 നീഡിൽസ് ഉണ്ടാകും. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു നീഡിൽ, ഹോള് വലുതായത്, എംബ്രോയ്ഡറി ത്രെഡ് കയറാൻ പാകത്തിനുള്ളത്. പിന്നെ അടുത്തത് വേണ്ടത് ട്രിമ്മറാണ്. ഇത് ഓപ്ഷണലാണ്. കാരണം ഈ എംബ്രോയ്ഡറി ത്രെഡ് മുറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിമ്മർ ഉപയോഗിക്കുന്നത്. ഈ ട്രിമ്മർ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് കത്രിക യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല സ്പീഡിൽ ഈ ട്രിമ്മർ കൊണ്ട് നമുക്ക് നമ്മളെ ത്രെഡ് മുറിച്ച് കളയാൻ പറ്റും. അതുകൊണ്ടാണ് ത്രെഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കത്രിക യൂസ് ചെയ്യാം. എംബ്രോയ്ഡറി ത്രെഡ് മുറിക്കാനായിട്ട് ട്രിമ്മർ എന്ന് പറയുന്നത് ഓപ്ഷണൽ മാത്രം. നമുക്ക് കത്രിക യൂസ് ചെയ്യാം, ബ്ലേഡ് യൂസ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പൊട്ടിച്ച് കളയുകയും ചെയ്യാം. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മളുടെ എംബ്രോയ്ഡറി അത്ര നന്നായിട്ട് വരണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കത്രിക അല്ലെങ്കിൽ ട്രിമ്മർ, ബ്ലേഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ എടുത്തേക്കുന്നത് ഒരു സ്കെയിലും പെൻസിലുമാണ്. ഈ സ്കെയിലും പെൻസിലും നമ്മൾ വരയ്ക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എംബ്രോയ്ഡറി പഠിക്കുമ്പോൾ അതിനകത്തൊരു നമുക്കൊരു വര ഇട്ടിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ചസ് ഇടാൻ എളുപ്പമായിരിക്കും. ആ ഒരു വരയിൽ കൂടി കറക്റ്റായിട്ട് സ്റ്റിച്ചസ് ഇട്ട് പഠിക്കാനായിട്ടായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കോട്ടൺ ക്ലോത്താണ്. കോട്ടൺ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ടൺ ക്ലോത്തിലാണെങ്കിൽ നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും. വൈറ്റ് എടുക്കാനായിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം നമ്മൾ എന്ത് ചെയ്താലും നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ വൈറ്റിൽ ചെയ്തായിരിക്കും നല്ലത്. വേറെ കളർ ക്ലോത്തിൽ ചെയ്താൽ നല്ലതായിരിക്കില്ല എന്നല്ല പറയുന്നത്. എന്നാലും വൈറ്റിൽ ചെയ്യാനായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം വൈറ്റിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാണാൻ നല്ല അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് പണിയിലേക്ക് കിടക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ത്രെഡ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ക്ലോത്ത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സാവധാനം ചെയ്താൽ മതി. ഇത് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും. കാരണം ഒട്ടുമിക്ക പേരും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം യൂസ് ചെയ്യാത്തവരായിരിക്കും. അങ്ങനെ യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്തിട്ട് തന്നെ എംബ്രോയ്ഡറി ചെയ്യണം നിർബന്ധമില്ല. കാരണം നമുക്ക് ഒരു തുണി വെച്ച് അത്യാവശ്യം നല്ല ടൈറ്റിൽ തുണി പിടിച്ച് നമുക്ക് കൈ കൊണ്ട് ചുമ്മാ ആ തുണി മാത്രം ഇട്ട് ചെയ്യാന്നുള്ളൂ. ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഫ്രെയിം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളുടെ ക്ലോത്ത് ടൈറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. ആ ഫ്രെയിമിൽ മാത്രം പിടിച്ചാൽ മതി. ക്ലോത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഫ്രെയിം വീഡിയോയിൽ കാണുന്ന പോലെ തുണിയിൽ ഫിക്സ് ചെയ്ത് വെക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തോരം ടൈറ്റ് ചെയ്യണം, എന്തോരം വലിച്ചു കൊടുക്കണം എന്നുള്ളത് നമ്മുടെ പ്രിഫറൻസാണ്. കാരണം അത് തുണി നന്നായി ടൈറ്റ് ചെയ്യാതിരിക്കുക, അത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നീറ്റാവുക. അതുകൊണ്ട് തുണി നന്നായിട്ട് നമ്മളുടെ രീതിയിൽ പ്രിഫറൻസ് അനുസരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നായിരിക്കും റണ്ണിങ് സ്റ്റിച്ച്. കാരണം റണ്ണിങ് സ്റ്റിച്ച് പേര് കേട്ടാലായിരിക്കും മനസ്സിലാവാതെയുള്ളത്. ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഇതറിയാലോ എന്നുള്ളൊരു ഇതുണ്ടാകും.
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നമ്മളുടെ ക്ലോത്തിൻ്റെ ബാക്കിൽ കൂടി നൂല് കുത്തി സൂചി കുത്തി ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് നേരെ അത് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് കുത്തി താഴേക്ക് ഇറക്കുക. അതുപോലെ തന്നെ താഴെ നിന്ന് കുത്തുക, നൂല് വലിച്ച് കംപ്ലീറ്റ് എടുക്കുക, താഴേക്ക് കുത്തുക, ഇറക്കി കൊണ്ടുപോവുക. ഈ നൂലിൻ്റെ അടിവട്ടം നല്ല ലോക്ക് ചെയ്യാനായിട്ട് കെട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നൂല് സെക്യൂറായിട്ടിരുന്നോളും. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ നോക്കണതിന് ഏറ്റവും എളുപ്പമുള്ളത്. കാരണം റണ്ണിങ് സ്റ്റിച്ച് വലിയ പാടൊന്നുമില്ല. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റിച്ചായിട്ട് എടുക്കുന്നത് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് ഇതുപോലെ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, പേരറിയാത്തായിരിക്കും. ബാക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതുപോലെയല്ല ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ ഇതിൽ വിട്ടിട്ട് ഒരു വര വരച്ചിട്ട് അതിനകത്ത് റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്തത് വരയുടെ എൻഡ് ആദ്യത്തെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്നാണ് കുത്തിയത്. ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് കുത്താണ്ട് കുറച്ചൊന്ന് നീക്കി ഒരിച്ചിരി ഒരു ഇഞ്ചെന്നൊന്നുമില്ല, എന്നാലും ഒരു പൊടിക്കൊന്ന് നീക്കി കുത്തി ഇറക്കിയെടുക്കുക. എന്നിട്ട് അത് സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക് കുത്തി ഇറക്കുക. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് എടുത്തിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്ന പോലെ അടുത്തതിലേക്ക് കുത്തിയെടുക്കുക, നേരെ താഴത്തേക്ക് ഇറക്കുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള എംബ്രോയ്ഡറി വർക്ക്സൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയായിരിക്കും. മൂന്നാമത്തേലേക്ക് കിടക്കുന്നതിന് മുന്നേ മൂന്നാമത്തത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒരിത്തിരി പാടായിട്ടുള്ളതാണെന്ന് വേണമെങ്കിലും പറയാം. കാരണം ഈ 3 സ്റ്റിച്ചസ് മാത്രമേ നമ്മളിന്ന് പരിചയപ്പെടുന്നുള്ളൂ. മൂന്നാമത്തെ സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ചെയിൻ പോലെ ഇരിക്കും അത് കണ്ടു കഴിഞ്ഞ്. നമ്മളുടെ ചെയിൻ പോലത്തെ മാല അങ്ങനത്തെ ഇതിലൊക്കെ ഇത് കണ്ടില്ലേ, സച്ചിൻ ചെയിൻ അങ്ങനത്തെ ഇതിൽ കണ്ടില്ലേ, അങ്ങനത്തെ ചെയിനാണ് നമ്മളിന്ന് എംബ്രോയ്ഡറി ആയിട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ തന്നെ കുത്തി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ബാക്കിലേക്ക് കുത്തി ഇറക്കാണ്ട് തന്നെ ബാക്കിൽ നിന്നൊന്ന് കുത്തി പുള്ള് ചെയ്തെടുത്തിട്ട് ആ നൂല് ഇങ്ങനെ പുള്ള് ചെയ്തെടുത്തേക്കണ സൂചിയിൽ റൗണ്ട് ചെയ്തെടുക്കുക. റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആ സൂചിയുടെ പുറകിലേക്ക് നമ്മളുടെ നൂലാക്കി കൊടുക്കുക, എന്നിട്ട് വലിക്കുക, ലോക്കായി. അതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ ആ ലോക്കായതിൻ്റെ ഉള്ളിൽ കൂടി കുത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോലെ അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ ഷേപ്പ് അങ്ങനത്തെ ഇത് കിട്ടിയില്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പുറത്ത് കുത്താണ്ട് ഉള്ളിൽ കൂടി തന്നെ കുത്തിയിട്ട് ഒന്ന് കുത്തി ഇതുപോലെ തന്നെ ഒന്ന് ബെൻഡ് ചെയ്ത് പുള്ള് ചെയ്തെടുക്കുക. കഴിഞ്ഞാൽ നൂല് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കാണ്ട് ആ സൂചിനെ മാത്രം ഒന്ന് ഇറക്കി കുത്തിയെടുക്കുക. എന്നിട്ട് നേരെ അതേപോലെ തന്നെ നൂല് സൂചിക്ക് ചുറ്റിയെടുക്കുക, ഒന്ന് റൗണ്ട് ചെയ്തെടുത്ത് വലിക്കുക. ഇത് വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. സിമ്പിളായിട്ടുള്ളതാണ്. ഈ 3 സ്റ്റിച്ചസാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്ന വീഡിയോ. കൂടുതൽ സ്റ്റിച്ചസുമായിട്ട് ഈ എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ വീഡിയോ ഇനി ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.